സാക്ഷര കേരളത്തിൽ ഒരു വിദ്യാലയത്തിൽ നടന്ന സംഭവമാണ്. രാജാരവിവർമ്മയുടെ പേരിൽ ആ സ്കൂളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, കുടിപ്പക, അടിപ്പണി, പാരവെപ്പ്, ശാക്തിക ബലാബലങ്ങൾ തുടങ്ങിയിട്ട് നാള് കുറച്ചായതാണ്. അധ്യാപകർ രണ്ട് പക്ഷത്താണ്. പക്ഷങ്ങൾ തമ്മിൽ ചെയ്യുന്ന അധ്യാപക ജോലിക്ക് അപമാനമാകുന്ന ഗൂണ്ടാപ്പണി. അതിലേക്കാണ് ഒരു പാവം +1 വിദ്യാർത്ഥിയെ പിടിച്ചിട്ട് അതിന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ അധ്യാപിക വേഷധാരിയായ ഒരു മഹതിയുടെ അധമപ്പണി. എതിർച്ചേരിയിൽ നിൽക്കുന്ന ഒരു അധ്യാപകൻ ഈ പെൺകുട്ടിയോട് ലൈംഗിക പരാമർശങ്ങൾ നടത്തിയെന്ന ആദ്യ പരദൂഷണം അടിച്ചിറക്കൽ, ഒരു പടി കൂടി കിടന്ന് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന പച്ചക്കള്ളം പക തീർക്കാൻ പറഞ്ഞുണ്ടാക്കൽ, ഏതോ മുഖമില്ലാത്ത ഓൺലൈൻ മഞ്ഞയിൽ വരുത്തി അത് സ്കൂളിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട് ഈ പെൺകുട്ടിയുടെ ജീവിതം തുലയ്ക്കാൻ നോക്കിയ ആ സ്ത്രീയെ അധ്യാപിക എന്ന് വിളിച്ചാൽ അത് അധ്യാപകർക്ക് അപമാനമാണ്. 24 വാർത്തയിൽ മന്ത്രി ഇടപെട്ടു. അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. മന്ത്രി വി ശിവൻകുട്ടിക്ക് അഭിനന്ദനങ്ങൾ. പക്ഷേ ചോദ്യങ്ങൾ തീരുന്നില്ല. അങ്ങേയറ്റം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന, ഷെഡ് പോലൊരു വീട്ടിൽ കഴിയുന്ന, എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു പെൺകുഞ്ഞിനെ അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയുടെ ഇരയാക്കാൻ നോക്കി കൊലയ്ക്ക് കൊടുക്കാൻ നോക്കിയ ആ സ്ത്രീയും അവർക്ക് പിന്നിലുള്ളവരും എത്രമാത്രം നീച മനസ്കരാണ്. അധ്യാപകരല്ല അക്കൂട്ടർ, അധമപ്പണിക്കാർ, പെർവേർട്ടുകൾ, അക്രമകാരികൾ. പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. ഈ അധ്യാപികയുടെ നീചപ്പണിക്ക് ഇരയായ പാവം പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിയുടെ അമ്മയുണ്ട്. അഡ്വക്കേറ്റ് സിജിമോൾ PTA പ്രസിഡന്റാണ്. ധന്യാരാമൻ കൂടി ചേരുന്നു. അതിനു മുൻപ് ഈ +1 വിദ്യാർത്ഥിക്കെതിരായ വ്യാജ പ്രചാരണത്തിൽ അധ്യാപികയ്ക്ക് സസ്പെൻഷൻ എന്നൊരു നല്ല വാർത്ത വരുന്നു. കിളിമാനൂർ RRV സ്കൂളിലെ അധ്യാപിക ചന്ദ്രലേഖയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചെയ്യുന്നു. ഷഫീദ്, ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഇപ്പോൾ പരസ്പരം വൈരമുണ്ടെങ്കിൽ, പരസ്പരം ദേഷ്യമുണ്ടെങ്കിൽ ഏതർത്ഥത്തിൽ എന്തും ചെയ്യാം. വേണമെങ്കിൽ തമ്മിലടിക്കാം, വേണമെങ്കിൽ കൊട്ടേഷൻ കൊടുക്കാം. ഇതല്ലാതെ ഒന്നും അറിയാത്തൊരു പാവം പെൺകുട്ടി അതിനിടയിലേക്ക് വലിച്ചിടുകയും അതിൻ്റെ ഭാവി ഒന്നാകെ കൂമ്പടച്ചു കളയാൻ പരുവത്തിന് അതിനെ നേരായ വഴിക്ക് നയിക്കും എന്നൊക്കെ നമ്മൾ കരുതുന്ന അധ്യാപകർ അതിൽ നിന്നു എന്ന് പറയുന്നത് ഇതിനു മുമ്പ് കേരളം കേട്ടുണ്ടോ എനിക്കറിയില്ല. ഷഫീദ്, അതിൽ ഉചിതമായ നടപടി ഉണ്ടാവുന്നോ? ഹഷ്മി, പൂർണ്ണ അർത്ഥത്തിൽ അതിന് ഉചിതമായ നടപടി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ വാർത്ത, ഈ വിവരം നമ്മളെ ആദ്യം തേടിയെത്തുമ്പോൾ തന്നെ നമ്മൾ അന്വേഷിച്ചത് അത്രയും ഈ സ്കൂളിലെ തർക്കത്തെക്കുറിച്ചായിരുന്നു. ആ തർക്കം പലകുറി നമ്മൾ കണ്ടതാണ്. അറ്റൻഡൻസ് ബുക്ക് എടുത്ത് കട്ടുകൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ +1 വിദ്യാഭ്യാസത്തിന് പോയ പെൺകുട്ടി, ആ പെൺകുട്ടി ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറി നിന്നപ്പോൾ ആ പെൺകുട്ടിയെ ചേർത്ത അധ്യാപകനോടുള്ള പക തീർക്കാൻ വേണ്ടി വ്യാജ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അതൊരു ചെറിയ കുറ്റമാണ് എന്ന് നമുക്ക് കരുതാനാകില്ല. മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ പറഞ്ഞത് ഒരു പ്രത്യേക സാഹചര്യം കിളിമാനൂർ സ്കൂളിൽ, രാജാരവിവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഹഷ്മി, ഈ സസ്പെൻഷൻ ഉത്തരവിൽ ഈ സസ്പെൻഷനിലായിട്ടുള്ള അധ്യാപിക ചന്ദ്രലേഖയ്ക്കെതിരെ പ്രിൻസിപ്പൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ അത് ഞെട്ടിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ കുട്ടിയെ ലൈംഗികമായി എന്തോ പറഞ്ഞുവെന്ന് അധ്യാപകർക്കിടയിൽ തന്നെ ഈ അധ്യാപിക പറഞ്ഞു പ്രചരിപ്പിക്കുന്നു. അതിനുശേഷം കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നുള്ള കഥ അത് വ്യാജപ്രചരണം നടത്തുന്നു. അതിനുശേഷം ഒരു പടി കൂടി കടന്ന് നമ്മുടെ നിയമവ്യവസ്ഥയെ മുഴുവൻ വെല്ലുന്ന രീതിയിൽ പെൺകുട്ടിയെ അങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ പോലീസിനടക്കം പരാതി കൊടുക്കുന്നു. അതിൽ അന്വേഷണം നടത്തി അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പെൺകുട്ടി, അല്ലെങ്കിൽ ആ അന്വേഷണം നടത്തി CWCക്കാർ വിളിക്കുമ്പോഴാണ് അങ്ങനെ ഒരു സംഭവം സ്കൂളിൽ അങ്ങനെ പ്രചരിക്കുന്നു എന്ന് പോലും ഈ മാതാപിതാക്കളും അതേപോലെ തന്നെ ഈ കുട്ടിയും ഒക്കെ അറിയുന്നത്. അതടക്കം ഈ അധ്യാപകരുടെ, ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ യൂട്യൂബ് ലിങ്ക്, അതായത് ഈ പെൺകുട്ടിയുടെ, ഈ വിദ്യാർത്ഥിയുടെ പേര് വിവരങ്ങളടക്കം പറഞ്ഞുകൊണ്ടുള്ള യൂട്യൂബ് ലിങ്ക് വരെ പ്രചരിപ്പിച്ചിട്ടുള്ള വൈരാഗ്യം ആ അധ്യാപകനോട് കാണിക്കാൻ അവർ ഇരയാക്കിയത് ഈ കുട്ടിയാണ്. സ്വാഭാവികമായും മറ്റ് നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകും. കൂടുതൽ പോലീസ് കേസ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഹാഷ്മി, ഓക്കെ. ഈ അധ്യാപികയുടെ ഈ വൃത്തികെട്ട പണിക്കിരയായ പാവം കുട്ടി 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഈ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. അതിൽ അവിടെ +1ലേക്ക് പ്രവേശനം കിട്ടുന്നു. അതിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. സ്കൂളിൽ ചേർന്ന ഉടൻ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അതിന് ചികിത്സയിലേക്ക് പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. ആ ചികിത്സയിൽ പോയി ഇടവേള നോക്കിയാണ് അധ്യാപകനെതിരെ പക തീർക്കാൻ ഈ അധ്യാപിക എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഈ പണി. അതും അതിൻ്റെ അമ്മയും ചേരുന്നുണ്ട്. മോളെ, ഞാൻ പറഞ്ഞത് കേൾക്കാമോ? ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ മോളെ? കേൾക്കാമോ? ഹലോ. ഞാൻ ചോദിച്ചത്, ഇപ്പം എന്തായാലും ഈ ചന്ദ്രലേഖ എന്ന് പറയുന്ന ഹിന്ദി വിഭാഗം അധ്യാപികയ്ക്ക് ഒരു നടപടി ഉണ്ടാവുന്നുണ്ട്. സ്കൂളിലേക്ക് പോകാൻ അതൊരു എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിൽ മനസ്സുമടുത്ത് സ്കൂളിലേക്ക് പോകാൻ കഴിയാതെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനും പഠനം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിരാശയിൽ കുട്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ നടപടി ഒരു ഊർജ്ജം, ഒരു ധൈര്യം തരുന്നുണ്ടോ? എന്തിനാണ് മോളെ ഇതിനിടയിലൊക്കെ വലിച്ചിട്ടത് എന്നാണ് തോന്നൽ? എന്താണ്?
ഹലോ. ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? കേൾക്കാം, പക്ഷെ അത് കേട്ടില്ല, എന്താ വ്യക്തമായിട്ട് കേട്ടില്ലായിരുന്നു. ഞാൻ ചോദിച്ചത് യഥാർത്ഥത്തിൽ മോൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ആ സ്കൂളിൽ തന്നെ പഠിച്ചതാണ്. അതിനുശേഷം തുടർച്ചയിൽ +1 ഞാൻ മനസ്സിലാക്കുന്ന കമ്പ്യൂട്ടർ സയൻസിലേക്ക് പ്രവേശനം നേടുന്നു. അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായത് എന്താണ്? എന്തിനാണ് ഈ ചന്ദ്രലേക്ക് കുട്ടിയോട് ഇത്ര ദേഷ്യം? അത് എന്താണ് ചന്ദ്രലേഖയ്ക്ക് എന്റെ മകളോട് ഇത്ര ദേഷ്യമെന്ന് അമ്മ ഒരു മിനിറ്റ്, ഞാൻ മകളോട് വൈരാഗ്യമെന്ന് നമുക്കറിയത്തില്ല. ഇല്ല അമ്മ ഒരു മിനിറ്റ്, ഞാൻ മകളോട് ചോദിക്കുന്നത്. മകള് കേൾക്കാമോ? മോള് കേൾക്കാമോ? കേൾക്കാം. ഞാൻ ചോദിക്കുന്നത്, മോളെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ മനസ്സുമെടുത്ത് വിദ്യാഭ്യാസം മുന്നോട്ടേക്ക് പോകേണ്ടതില്ല എന്ന് ആലോചിക്കേണ്ടതില്ല? കുട്ടി ആ സ്കൂളിലേക്ക് പോകണം, പഠിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അത് ആ ടീച്ചർ എന്നെ പറ്റി മോശമായിട്ട് പറയും. ഈ ന്യൂസിലൊക്കെ പറഞ്ഞ പോലെ അതൊക്കെ കേട്ടപ്പോൾ ബാക്കിയുള്ളവരിന് എൻ്റെ പേരൊക്കെ കേൾക്കപ്പോൾ എന്താണ് വിചാരിക്കണമെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഈ സ്കൂളിൽ യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്താണ്? അത് ഞാൻ സ്കൂളിൽ വെച്ച് ഒരു ദിവസം തല ഇറങ്ങി വീത്. അതിനുശേഷമാണ് ഇവര് ഇങ്ങനെ പറയാൻ തുടങ്ങിയത്. തലകറങ്ങി വീണതിന് തുടർച്ചയിൽ ഈ ടീച്ചർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമായിരുന്നോ? മോളെ കേൾക്കാവോ? കേൾക്കാം. അപ്പൊ ഈ തലകറങ്ങി വീണതിന്റെ തുടർച്ചയിൽ ഈ ടീച്ചർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമായിരുന്നു അല്ലേ? ഓ. ശരി, ഞാൻ അമ്മയിലേക്കൊന്ന് വരുന്നുണ്ട്. അമ്മ എന്തായാലും ഈ അധ്യാപിക നടപടി ഉണ്ടാവുന്നുണ്ട്. ആ നടപടി കുഞ്ഞിന് സ്കൂളിലേക്ക് പോകാൻ ഒരു ധൈര്യം നൽകുന്നതാവില്ലേ? ആ നടപടി ഉണ്ടാവും. ഇനി പുതിയ വർഷത്തിൽ മോൾക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ മോള് പഠിക്കാൻ പോകും. ഓക്കെ, ഞാൻ എത്താം. ഞാൻ നിങ്ങൾ രണ്ടുപേർക്ക് എത്താം. എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നം അത് പരിഹരിച്ച് നിങ്ങളിലേക്ക് ഞാൻ എത്താം കേട്ടോ. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിജിമോൾ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി സിജിമോൾ, ഞാൻ ധന്യാരാമനിലേക്ക് എത്താം. ധന്യാരാമൻ, നോക്കൂ, ഈ സാങ്കേതിക പ്രശ്നം പരിഹരിക്കണേ പെട്ടെന്ന്. ധന്യ, നോക്കൂ, ആ സ്കൂളിൽ 2 പക്ഷങ്ങളുണ്ട്. ആ 2 പക്ഷങ്ങൾ ദീർഘനാളായി എന്തിൻ്റെയൊക്കെയോ പേരിൽ തമ്മിലടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പരാതികളുണ്ട്. ഈ പറഞ്ഞ ആ സ്കൂളിൽ രജിസ്റ്റർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്തൊക്കെയോ അധ്യാപക പണിക്ക് ചേരാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിനിടയിലേക്കാണ് ഒരു പാവം +1 ഒരു പെൺകുട്ടിയെ പിടിച്ചിടുകയും അതിൻ്റെ പേരിൽ കള്ളപ്പരാതി കൊടുക്കുകയും അതിൻ്റെ പേരിൽ പോലീസിലേക്ക് പോവുകയും അത് മുഖമില്ലാത്ത ഒരു മഞ്ഞ ചാനൽ ചോർത്തിക്കൊടുത്ത് വാർത്തയുണ്ടാക്കുകയും അത് സ്കൂൾ ഗ്രൂപ്പിലിടെയൊക്കെ ചെയ്യുന്നതിന് അധ്യാപിക എന്ന് വിളിക്കാൻ പറ്റുമോ ധന്യ? തീർച്ചയായിട്ടും അത് വളരെ ഇപ്പം ദീർഘകാലമായിട്ട് സ്കൂളുകളിൽ അധ്യാപകർ തമ്മിൽ പ്രശ്നമുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. അടിവരെ ഒരു അധ്യാപികയുടെ ഭർത്താവ് സ്കൂളിൽ കയറി സ്റ്റാഫ് റൂമിൽ കയറി വേറെ ടീച്ചേഴ്സിനെ തല്ലുന്ന വരെ വീഡിയോ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തന്നെ ഇഷ്ടംപോലെ സ്കൂളിലെ വിഷയങ്ങളിൽ ഇടപെടാറുണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെയൊക്കെ വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെടാറുണ്ട്. ഇപ്പം വന്ന് നമ്മൾ വിചാരിക്കും അധ്യാപകരാണ് ഏറ്റവും നല്ല മാതൃക എന്ന് വിചാരിക്കും. പക്ഷെ വന്ന് ഇവരുടെ സ്വഭാവത്തിലൊക്കെ അപ്പാടെ ഒരു ലോക്കൽസായി ഒരു കുട്ടികൾക്കൊരു മാതൃകയാവുന്ന രീതിയിലല്ല. നല്ല അധ്യാപകരുണ്ട്, പക്ഷെ കുറച്ചുപേര് ആ അധ്യാപക വൃത്തിക്ക് പരിഗണിക്കപ്പെടാൻ ഒട്ടും യോഗ്യതയില്ലാത്തവരായിട്ട് തോന്നാറുണ്ട്. ഈ കേസ് ഇന്ന് രാവിലെയാണ് ന്യൂസ് 24 കണ്ടപ്പോഴാണ് ഞാൻ അത് അറിഞ്ഞത്. ഞാൻ അപ്പൊ തന്നെ CWCയിൽ അറിയിക്കുകയും അവര് കേസെടുത്തിട്ടുണ്ട്. കിളിമാനൂർ SHO വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല. ഞാൻ ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ആ കുഞ്ഞിന്റെ വീട്ടിലേക്ക് പോയില്ല. ഉറപ്പായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകും. കാരണം ഈ വിഷയത്തിലൊന്നും പഠിത്തം നിർത്തരുത്. അവർക്ക് കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണം. അവരുടെ പേരിൽ ഇതൊക്കെ പോക്സോയുടെ അണ്ടറിൽ വരുന്ന കേസുകളാണ്. കേവലം +1 വിദ്യാർത്ഥിയുടെ പേരില്
ഇതുപോലെ ഒരു അപവാദം നടത്തുകയാണ്. അതായത് ആ കുട്ടി പ്രസവിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇവർ ഒന്ന് ഓർത്ത് നോക്കി, ഒരു കുഞ്ഞ് സ്കൂളിൽ പോകുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് ഇല്ലാത്ത ഒരു അപവാദം പറയുമ്പോൾ എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ട്. എനിക്കൊന്ന് തീർത്തും സാമൂഹ്യ പശ്ചാത്തലം, സാമ്പത്തികമൊന്നും ഇല്ലാത്ത വീട്ടിലെ ആൾക്കാർ അങ്ങനെ നോക്കിയിട്ടാണോ ഇനി ഈ ടീച്ചർ എന്താണ് ഈ കുട്ടിയെ കാരണം ചോദിക്കാനും ആരോരും ഇല്ലാത്തവരാണ്. നോക്കൂ, ആ വീടിന്റെ സാഹചര്യമൊക്കെ അങ്ങേയറ്റം കഷ്ടമാണ്. അതിന്റെ അച്ഛൻ ടാപ്പിംഗ് തൊഴിലാളിയാണെന്ന് പറഞ്ഞ പാവങ്ങളാ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന സാധു മനുഷ്യരാണ്. എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിൽ ഒരു കുട്ടി 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും പാസ്സായി അവള് ആ സ്കൂളിൽ തന്നെ അഡ്മിഷൻ നേടുന്നത് എന്ന് പറയുന്നത് എത്രത്തോളം സ്ട്രഗിൾ ആയിരിക്കും ഇതിനോടൊപ്പം ചെയ്യുക. ആ സ്ട്രഗിളിന്റെ മണ്ടയ്ക്കോട്ട് കത്തി വെക്കാവോ ഈ അധ്യാപിക എന്ന് പറയുന്ന സ്ത്രീ? അതെ, ഈ അധ്യാപികയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. കാരണം ഇതിപ്പോ വേറെ ഏതെങ്കിലും പിള്ളേരെ പറഞ്ഞ് ഇപ്പൊ അധ്യാപികയുടെ ഇപ്പൊ വീട് കയറി അടിച്ച് അവരെ അടി കൊടുക്കും, കേസാവും, വലിയ വിഷയം ഉണ്ടാക്കും, ചിലപ്പോൾ അവർക്ക് സമുദായ സംഘടനകൾ ഉണ്ടാവും, ഇതെല്ലാം വലിയ ഇഷ്യൂസ് ആവുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്ത പശ്ചാത്തലം നോക്കിയാണ് ഈ അധ്യാപിക ഒരു കുട്ടിയെ തെരഞ്ഞെടുത്തത്. അതിന്റെ ആരോഗ്യ പ്രശ്നം കൊണ്ട് അത് വിട്ടു നിന്നപ്പോ ഇത് CWC ഇതെന്തായാലും കേസാക്കുമ്പോൾ അധ്യാപികയ്ക്ക് ഇതിന്ന് ഒരു കാരണവശാലും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ CWCയെ തന്നെ ആദ്യം അറിയിച്ചത്. ചെയർപേഴ്സൺ ഷാനിബ മാഡം വിത്തിൻ 5 minutes നിങ്ങളുടെ റിപ്പോർട്ടറെ ബന്ധപ്പെട്ടു, നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു. എനിക്ക് തോന്നുന്ന അടുത്ത നിയമ നടപടിയിലേക്ക് അവർ കടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോ ഉറപ്പായിട്ട് അധ്യാപികയ്ക്ക് ഒരിക്കലും, ഇതെല്ലാം അധ്യാപകർക്കുള്ള ഒരു താക്കീതും കൂടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഫോർട്ട് സ്കൂളില് പിന്നെ പോക്സോ കേസിലെ പ്രതി പോയിട്ട് ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുവാണ്. അപ്പോ അവര് പൊതുവെ 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. അവരെ ഗൈഡ് ചെയ്യാൻ പറ്റിയ ആൾക്കാരല്ല അവരൊരിക്കലും. എന്നിട്ട് വീണ്ടും ഇന്ന് ആ വ്ളോഗർ മന്ത്രിയെ വെല്ലുവിളിക്കുന്നുണ്ട്. മന്ത്രിയെ പേടിച്ചിട്ടൊന്നും എനിക്ക് സ്കൂളിലെ പ്രോഗ്രാമിന് പോകാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ വീണ്ടും പോകുന്നാണ് പറയുന്നത്. അപ്പൊ ഒരു പോക്സോ കേസിലെ പ്രതിക്ക് പോലും ഇത്രയും ധൈര്യമാണ്. അപ്പൊ കൃത്യമായിട്ട് ഈ അധ്യാപികക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇതൊന്നും അല്ല, വേറെ സ്കൂളുകളിൽ ഈ കുഞ്ഞുങ്ങള് സമാനമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ച കുട്ടികളുണ്ട്. കാരണം ഹെഡ് മിസ്ട്രസ് ഒരു പട്ടികജാതി വിഭാഗത്തിലുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി. അപ്പം ഞങ്ങൾ അവൾക്ക് ഇപ്പൊ ഈ സ്റ്റുഡിയോയിലൊക്കെ പോയാൽ 350 രൂപയ്ക്കൊക്കെ നല്ല ഡ്രസ്സ് കിട്ടും. അപ്പൊ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അവൾക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും, ചെറിയ പൈസയല്ലേ ഉള്ളൂ. അപ്പൊ അച്ഛനില്ലാത്ത കുട്ടി എങ്ങനെ നല്ല ഡ്രസ്സ് ഇടുന്നു എന്ന് ചോദിച്ചിട്ട് കാസർഗോഡ് ഒരു ഗവൺമെന്റ് സ്കൂളിലെ പ്രിൻസിപ്പൽ HM മറ്റു കുട്ടികളെടുത്ത് പറഞ്ഞു കൊടുത്തു. അത് മെയിൻ എക്സാമിന്റെ 2-3 ദിവസം മുമ്പേ അവര് പറഞ്ഞു കൊടുത്തു, ഈ കുട്ടിക്ക് വേറെ എന്തോ ചെയ്തിട്ടാണ് ഇവൾക്ക് ഇത്രയും പൈസ കിട്ടുന്നത് എന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ കുട്ടി മാനസികമായിട്ട് തകർന്ന പരീക്ഷയുടെ തലേദിവസം അതിന് സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി. അവളെ SLC ഫുൾ A+ഓടുകൂടി പാസ്സായി. ഞാൻ അവളെ അവിടുന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ സ്കൂളിൽ ഇപ്പൊ പഠിപ്പിക്കുകയാണ്. ഇപ്പോഴും അവള് +1 കഴിഞ്ഞ് +1നും എല്ലാ വിഷയത്തിലും ഫുൾ A+ ആണ്. അപ്പൊ ഇതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, പിന്നോക്കം നിൽക്കുന്നവരെ, ചോദിക്കാനും പറയാനും ആളില്ലാത്തവര്, ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത്, ഇവരെയൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതും അതിദയനീയമാണ്, ഹീനമാണ്. ഇത് ഈ അധ്യാപിക ഇനി ഒരിക്കലും ഒരു അധ്യാപിക എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്കൂളിലോ അവിടെ ഇരിക്കാൻ പാടില്ല. ഇനി ഒരാളെ പഠിപ്പിക്കാൻ യോഗ്യതയില്ലാത്തതാണ്. മാത്രമല്ല ഇത്തരം സ്കൂളുകളിൽ ശമ്പളവും മേടിച്ചിട്ട് ഇന്റേണൽ ഇഷ്യൂസും ഉണ്ടാക്കി കുട്ടികളെയും പഠിപ്പിക്കാതെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന അധ്യാപകരെ ഒരു ദാക്ഷിണ്യപ്പെടാതെ ഇവർ പണിയെടുക്കാനല്ല വരുന്നുണ്ടെങ്കിൽ ഇവരെ അങ്ങ് പുറത്താക്കിയേക്കാന്നുള്ളതാണ്. കാരണം ഇപ്പത്തെ ഒന്നാമത്തെ ശരി, ഞാൻ അവരോടൊന്ന് പോയിട്ട് നിർത്താം. മോളെ കേൾക്കാവോ? ഞാൻ ചോദിക്കുന്നത്, മോക്ക് സ്കൂളിൽ പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടോ? കേൾക്കാം. അത് ഇപ്പൊ ബുദ്ധിമുട്ടില്ല, പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കിയത് കേട്ട് ന്യൂസും ഇങ്ങനെയൊക്കെ ആയപ്പോഴും ഇവരിങ്ങനെ എന്നെ പറ്റി മോശമായിട്ട് പറഞ്ഞപ്പോഴ് പഠിക്കാനായാലും ആദ്യമൊക്കെ നല്ല ലക്ഷ്യത്തിലാണ് പൊക്കോണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പോയിട്ട് എന്തിനാണ്, ഇപ്പോൾ വലിയ ലക്ഷ്യമൊന്നും ഇല്ല, ഒരു പേടി കണക്ക്. ഇനി ബാക്കിയുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, കുട്ടികൾ എന്നെ പറ്റി എന്താണ് പറയണ ഒന്നും അങ്ങനെ. സ്കൂളിലെ ബാക്കി പിള്ളേരൊക്കെ അറിഞ്ഞോ? ഒന്നും എനിക്ക് അങ്ങനെ അതെനിക്ക് അറിയത്തില്ല. അറിഞ്ഞു കാണുമായിരിക്കും. ഇവര് അവിടെയുള്ള എല്ലാവരടുത്തും ഇങ്ങനെ പറയാണ്, അവിടെയുള്ള ടീച്ചേഴ്സിനടുത്തൊക്കെ പറഞ്ഞു നടക്കുകയാണ്. 1 വർഷം പോയി, ഇനി പഠിക്കണമെന്നേ. പഠിക്കാതിരിക്കുന്ന എന്താ? നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം മോളെ. പഠിക്കണം. എന്തായാലും 1 വർഷം പോയി അല്ലേ? 1 വർഷം പോയി. അവിടെ കൊമേഴ്സാ പഠിക്കുന്നത്? കൊമേഴ്സ്. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ആദ്യം, അത് കഴിഞ്ഞ് കൊമേഴ്സിലോട്ട് മാറിയാന്ന് തോന്നുന്നു അല്ലേ? ആദ്യം
കൊമേഴ്സിലോട്ട് മാറി. കമ്പ്യൂട്ടർ സയൻസ് പാടായിരുന്നു എനിക്ക്, പഠിക്കാൻ? അതുകൊണ്ട് ബി കൊമേഴ്സിലോട്ട് മാറി. എന്ന് പറഞ്ഞാലേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ദുരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ അതോർത്ത് സങ്കടപ്പെട്ടിട്ടൊരു കാര്യമില്ല. നമ്മൾ മുന്നോട്ടേക്ക് പോകണ്ടേ? ഇപ്പം മോളെ പറ്റി ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ ടീച്ചർ ഇനി മോളെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ആ സ്കൂളിലുണ്ടാവില്ല. മാത്രമല്ല ഇതൊക്കെ കാണുന്ന നമ്മുടെ ഈ വാർത്തയൊക്കെ എല്ലാവരും കാണുന്ന എല്ലാ നമ്മൾ വാർത്തയൊക്കെ എല്ലാവരും കാണുന്നുമുണ്ട്. അപ്പോൾ ഇവരുടെ മോളെ പറ്റി പറഞ്ഞതൊക്കെ വെറുതെ ആണെന്നും ഈ ടീച്ചറിൻ്റെ കുറ്റമാണെന്നും ആ ടീച്ചർ ആ കുറ്റത്തിൻ്റെ പേരിൽ ഇപ്പോൾ പുറത്താണെന്നും നമ്മളെ വാർത്ത കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് കാരണം പുറത്തിറങ്ങാനോ സ്കൂളിൽ പോകാനോ ഒരു പേടിയും വേണ്ട, നമ്മൾ ധൈര്യമായിട്ടിരിക്കുക. സ്കൂളിൽ പോവോ? സ്കൂളിൽ പോവോ? സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയിട്ട് ധൈര്യമായിട്ട് പഠിക്കണം. മോള് നന്നായി മിടുക്കിയായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. മാത്രമല്ല മോള് പഠിച്ചിട്ട് ഇപ്പോൾ വീട്ടിലെ സാഹചര്യമൊക്കെ അറിയാവുന്നതല്ലേ. മോള് പഠിച്ച് നന്നായി പഠിച്ച് ജോലിയൊക്കെ കിട്ടി അത് അപ്പുറത്തിരിക്കുന്ന അമ്മയ്ക്കും അച്ഛനും ഒക്കെ സഹായം ആവേണ്ടതല്ലേ. നമ്മളങ്ങനെ മനസ്സ് തളരാവോ? മനസ്സ് തളരാൻ പാടില്ല. സ്കൂളിൽ പോകണം കേട്ടോ. അതായത് സ്കൂളിൽ പോയാലും ആ കുട്ടികളൊക്കെ മോളുടെ കൂട്ടുകാരികളോ സ്കൂളിലുള്ള ബാക്കി ആൾക്കാരൊക്കെ ഈ ടീച്ചർ പറയുന്നത് കേട്ട് അത് സത്യമാണെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയുക. നമ്മുടെ ഈ വാർത്തയൊക്കെ എല്ലാവരും കാണുന്നതല്ലേ. നമ്മൾ പറയുകയാണ് ആ ടീച്ചർ പറഞ്ഞത് മോളെ പറ്റി പറഞ്ഞത് തെറ്റാണെന്നും ആ തെറ്റായതുകൊണ്ടാണ് ടീച്ചർക്ക് സസ്പെൻഷൻ ആയതെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ ആണോ? സ്കൂളിൽ പോവോ? സ്കൂളിൽ പോവോ? മിടുക്കിയായിട്ട് പഠിക്കുവോ? മിടുക്കിയായിട്ട് പഠിക്കുവോ? പഠിക്കോ? ഓക്കെ. ഞാൻ അമ്മയടുത്ത് ഒന്നുകൊണ്ട് ചോദിച്ചോട്ടെ. അപ്പോൾ അമ്മ ഇനി ഈ കുട്ടിക്ക് ധൈര്യം കൊടുക്കേണ്ടത് നിങ്ങളൊക്കെയാണ്. കാര്യം നമ്മളൊക്കെ നമ്മൾ ഇവിടെ കൊച്ചിയിരിക്കുകയാണ്. നമ്മുടെ ആ വാർത്ത സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സർക്കാർ അതിൽ ഇടപെട്ടു. അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇനിയെ മോക്ക് എല്ലാ ധൈര്യം കൊടുക്കണം നിങ്ങളാ. കൊടുക്കില്ല അമ്മ? കൊടുക്കും, ധൈര്യം കൊടുക്കും. എന്ന് വെച്ചാൽ വീട് മൊത്തം കുടുംബം മൊത്തത്തിൽ തളർന്നു പോയിരിക്കുകയാണ് ഈ ഒരു വാർത്ത. ഈ അനാവശ്യ വാർത്ത കുടുംബം ആകെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ മോക്ക് പെട്ടെന്ന് ധൈര്യം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയാതെ വന്നു. നമ്മളും മകളെക്കാളും തകർന്നിരിക്കുകയാണ് നമ്മൾ. എന്നാൽ ഈ വൃത്തിയോടൊക്കെ പറഞ്ഞുണ്ടാക്കാൻ ടീച്ചർക്ക് എങ്ങനെ ധൈര്യം വന്നു? മകളെ ധൈര്യം കൊടുത്ത് അവളെ ആരെയും പേടിയില്ലാത്ത ടീച്ചർ ആയതുകൊണ്ടായിരിക്കാം. ഒരു മനുഷ്യരെയും പേടിയില്ല. അമ്മ ഈ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഈ ടീച്ചറെ കണ്ടിട്ടുണ്ടോ? ഞാൻ ആ സ്കൂളിൽ വന്നിട്ടുണ്ട്, ടീച്ചറെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നോടൊന്നും സംസാരിച്ചിട്ടുമില്ല, എൻ്റെ മുഖത്ത് നോക്കിയിട്ടുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നമ്മുടെ ഈ CWC ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല. ഈ CWC വിളിക്കുമ്പോഴാണ് നിങ്ങൾ ഈ സംഭവം അറിയുന്നത്. എന്നിട്ട് CWCക്കാർ മോളെ കൊണ്ടുപോയി കാര്യങ്ങൾ ചോദിച്ചു അല്ലേ? ചോദിച്ചു. ഇത് തന്നെയാണ് വിഷമം. ചന്ദ്രലേഖ തന്നെയാണ് മകളുടെ മനസ്സിനകത്ത് വലിയ വിഷമം. അല്ല, അവർ ഇങ്ങനെ ഇല്ലെന്നേ. അവർ സ്കൂളിലില്ല. മാത്രമല്ല അവർ ഈ പണി ചെയ്യാൻ അർഹയല്ല. അവർ ഈ സ്കൂളിലെന്നല്ല, ഇനി ഒരു സ്കൂളിലോട്ട് അവർ പോകാൻ പാടില്ല. അപ്പോൾ അത് നമ്മുടെ ഈ വാർത്തയുടെ ഫോളോ അപ്പ് ഉണ്ടാവും. മന്ത്രി ഇതിൽ ഇടപെട്ടതാണ്. മന്ത്രിക്കൊക്കെ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഏതെങ്കിലും ടെൻഷൻ വേണ്ടെന്ന് ഞാൻ പറയുക. ഇനി ഉണ്ടാവില്ല. ഓക്കെ. മോക്കെന്തോ ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ചേർത്ത് പിടിച്ചോണം. അതിനെ കരുതലോടെ നോക്കിക്കോണം. മിടിക്കുക കുഞ്ഞാ, പഠിപ്പിച്ചോണം. അതുകൊണ്ടാണ് മോക്ക് സുഖമില്ല. മകളുടെ ചികിത്സയിലിരിക്കവേ ആണ് ഈ അനാവശ്യം, മകളെക്കുറിച്ച് തന്നെ അനാവശ്യം പറഞ്ഞപ്പോൾ നമ്മളും തകർന്നു പോയത്. മകളുടെ അസുഖത്തിൽ നമ്മൾ തകർന്നിരിക്കുകയാണ്. മോക്ക് ജന്യാണ്, സൈലന്റ് ജന്യാണ്. നിലയ്ക്കാ വന്ന് വീഴുന്നത്. അസുഖമുള്ളത് കൊണ്ട് നമ്മൾ ആ കരുതലിൽ മെഡിക്കൽ കോളേജ് ന്യൂറോളജി
ഓക്കെ, ഞാൻ പറയുന്നത് ഇതൊക്കെ ഈ അസുഖമൊക്കെ തിരുവനന്തപുരം ന്യൂറോളജി. ഈ അസുഖമൊക്കെ ഒരുപാട് പേർക്കൊക്കെ ഉള്ളതാന്നേ. അസുഖമൊക്കെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന അസുഖമൊക്കെ ഉള്ളൂ. ആ മരുന്ന് മുടങ്ങാതെ കഴിക്കുക. ഞാൻ എത്താൻ കേട്ടോ. അഡ്വക്കേറ്റ് സിജിമോൾ അവിടുത്തെ PTA പ്രസിഡന്റാണ്. സിജിമോൾ, കേൾക്കുമ്പോൾ എനിക്ക് എന്താണ് നമ്മുടെ ഈ പെരുവിരലിൽ നിന്ന് ദേഷ്യം കയറി വരുമെന്ന് പറയില്ലേ, അമ്മാതിരി ഒരു ഫീലാണ്. ഞാൻ പറയട്ടെ, ഇപ്പം അധ്യാപകർ തമ്മിലെ പ്രശ്നത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടേഷൻ കൊടുക്കുവോ, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുവോ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ നിയമം കൈയെടുക്കാൻ പറയുന്നതല്ല. ഒരു പാവം ഒരു സാധുവായ പെൺകുട്ടിയാണ്, എല്ലാത്തിനോടും പേടിയുള്ള ഒരു പാവം പെൺകുട്ടി, അസുഖമുള്ളൊരു പെൺകുട്ടി. ആ പെൺകുട്ടി അതിനിടയിലോട്ട് വലിച്ചിഴിച്ചിട്ട് ആ പെൺകുട്ടിയെപ്പറ്റി മര്യാദയുടെ അത്രയും പറഞ്ഞ് അത് നാട്ടിൽ മൊത്തം പറഞ്ഞ് പാട്ടാക്കി അത് കള്ളപ്പരാതിയായിട്ട് കൊടുത്ത് അത് ഈ പറയുന്ന രീതിയിൽ ഈ പറഞ്ഞ വ്യാജം മാത്രം അടിച്ചുണ്ടാക്കുന്ന ഒരു ഓൺലൈനുകാർക്ക് കൊടുത്ത് അതിൽ വരുത്തിച്ച് അത് സ്കൂളിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട് ഇവരൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിങ്ങളൊക്കെ PTA പ്രസിഡന്റ് ആയിരിക്കുന്നത് എങ്ങനെയാണ് ശ്രീമതി സിജി? വളരെ ചലഞ്ചിങ് ആണ് തീർച്ചയായിട്ടും. ഞങ്ങളെപ്പോലുള്ളവർ PTA അല്ലെങ്കിൽ PTA പ്രസിഡൻ്റായിട്ടും എൻ്റെ PTA എക്സിക്യൂട്ടീവ് മറ്റുള്ള അംഗങ്ങളും ഉള്ളത് കൊണ്ട് മാത്രമാണ് കാലാകാലങ്ങളിലായിട്ട് ഈ പറയുന്ന അധ്യാപിക അവിടെ തുടർന്നു കൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള കുട്ടികൾക്കെതിരെയുള്ള പീഡനം, അതായത് മറ്റ് അധ്യാപകർക്കെതിരെയുള്ള വൈരാഗ്യം തീർക്കുന്നതിനായിട്ട് അവർ നടത്തുന്ന, കുട്ടികളെ വെച്ച് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ പുറത്തു കൊണ്ടുവരുവാൻ സാധിച്ചത്. വളരെ സധൈര്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ എല്ലാം അതിനകത്തുള്ള മുഴുവൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഇതിനെതിരെ പ്രതിഷേധിക്കുകയുണ്ടായി. ഈ പ്രശ്നം ആരംഭത്തിൽ ഞങ്ങൾ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞാൻ പ്രസിഡന്റായി പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഫോം ചെയ്തതിൻ്റെ ആദ്യ ദിനം തന്നെ ഈ കുട്ടിയുടെ പരാതി ഞങ്ങൾ അറിയുകയുണ്ടായി. അറിഞ്ഞെങ്കിലും നമ്മൾക്ക് കുട്ടിയുടെ ഒരു പോക്സോ കേസും കൂടെ കണക്ട് ചെയ്ത് വരാവുന്ന ഒരു കാര്യമായതുകൊണ്ട് കുട്ടിയിൽ നിന്ന് നേരിട്ട് പരാതി ലഭിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അതിലേക്ക് അടുത്ത PTA മാറ്റിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ PTA തന്നെ ഞങ്ങൾ തീരുമാനം എടുക്കുകയുണ്ടായി കുട്ടിയുടെ അത് വെർബൽ അബ്യൂസ് എന്നുള്ളത് പിന്നീട് അത് പറഞ്ഞ് പീഡനം എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ ഈ കുഞ്ഞിനൊരിക്കൽ സൈലന്റ് ഫിക്സ് വന്ന് കുഞ്ഞ് വീഴുകയും അത് അധ്യാപകൻ, പേര് ഞാൻ പറയുന്നില്ല, അധ്യാപകൻ കാരണമാണെന്നൊരു ടോക്ക് വരികയുണ്ടായി. ക്രമേണ അത് കുട്ടിയെ ആ അധ്യാപകൻ പീഡിപ്പിച്ചു എന്നുള്ള പേരിലേക്ക് വന്നു. അപ്പോൾ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുക്കേണ്ടത് എന്താണ്? ഒന്നുകിൽ നമുക്ക് പരാതി നേരിട്ട് ലഭിക്കണം. അപ്പോൾ കുട്ടിയുടെ വേറെബൌട്ട്സ്, അതിൻ്റെ അഡ്രസ്സും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ എങ്ങനെയാണ് പോയതിനെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നു. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ എവിടെ നിന്നൊക്കെയുള്ള കുറേ ചാനൽ വിളിച്ചിട്ട് ഈ അധ്യാപകനെതിരെ പറയണമെന്നും അങ്ങനെയുള്ള കൊച്ചിനെ കുറേ അധികം ഇൻഡ്യൂസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ പ്രിൻസിപ്പാളിന് പരാതി കൊടുക്കുകയും എങ്ങനെയാണ് ഈ സ്കൂളിൽ നിന്ന് കുഞ്ഞിൻ്റെ അഡ്രസ്സ് പുറത്തു പോയതെന്നുള്ള പരാതി കണ്ടെത്തണമെന്നുള്ളൊരു പരാതി കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയും PTA പ്രസിഡന്റായ ഞാനും അതുപോലെ PTA വൈസ് പ്രസിഡന്റും PTA മറ്റൊരു അംഗമായ അദ്ദേഹം പോലീസിലാണ്, അദ്ദേഹവും കൂടെ ചേർന്ന് ഞങ്ങൾ 3 പേര് കുട്ടിയുടെ വീട് നേരിട്ട് സന്ദർശിക്കുകയും കുട്ടിയോടും, കുട്ടിയുടെ അച്ഛൻ, കുട്ടിയുടെ അമ്മ, കുഞ്ഞിൻ്റെ സിസ്റ്റർ, ഇത്രയും പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്ന വീട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പറയാം വളരെയധികം മനസാക്ഷിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയായിരുന്നു അവരുടെ ആദ്യത്തെ ആ ഒരു വീടെന്ന് പറയുന്നത്. ആ ഒരു ശോചനീയ അവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞ്, പിന്നെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി, ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു കുട്ടി എന്ന് തീർച്ചയായിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞിനെ വെച്ച് കരുവാക്കാൻ വേണ്ടിയിട്ട് ഈ അധ്യാപിക തുനിഞ്ഞിറങ്ങി. ഞാൻ പറയുന്നത് ആ മോൾ അതനുഭവിച്ച ഈ തീ അനുഭവത്തിന്റെ എത്ര പ്രായമുണ്ടെന്നേ? ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പഠിക്കുന്ന കുഞ്ഞിന് എത്ര പ്രായം ഉണ്ടാവും, എത്ര പക്വത ഉണ്ടാവും? ആ പ്രായത്തിൽ ഈ പറയുന്ന വേണ്ടാത്തതൊക്കെ കേട്ടതിന്റെ പേടി അത്രയും ആ സംസാരിക്കുന്ന സംസാരത്തിലുണ്ട്. സങ്കടം വരുമോ കേൾക്കുമ്പോൾ? അത് മാത്രമല്ല ഹാഷ്മി, ഞങ്ങൾ PTA ഈ അടുത്ത് ഒരു രജിസ്റ്റർ, ഈ കുട്ടിയുടെ മറ്റ് ഡീറ്റെയിൽസ് കിട്ടാഞ്ഞ് അവിടെ തന്നെയുള്ള ഒരാളിനെ, അദ്ദേഹം കേസിൽ ഇപ്പോൾ പ്രതിയാണ്, അദ്ദേഹത്തിനെ കൊണ്ട് രജിസ്റ്റർ മോഷ്ടിപ്പിച്ചു. അതിൻ്റെ സത്യാവസ്ഥയും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും മറ്റെല്ലാവർക്കും അറിയാവുന്നതാണ്. മാനേജ്മെൻറ്റും ഇതിനകത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ. കാര്യം PTA എക്സിക്യൂട്ടീവ് ആദ്യം തന്നെ പിന്നെ SPക്ക്, DYSPക്ക്, മുഖ്യമന്ത്രിയുടെ പോർട്ടലിലൊക്കെ പരാതി ഇട്ടെങ്കിലും എനിക്ക് അവിടുന്ന് PTA പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ വിളിച്ചറിയിക്കാറുണ്ട്. അന്വേഷണം ഇന്നടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഇന്നടത്തേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പം പുതിയൊരു RDD ആണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പിരുന്ന RDD എടുത്ത് അവർ അന്വേഷണത്തിന് വന്നപ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ
വ്യക്തമായിട്ട് PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അഭിപ്രായം എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തിയിട്ട് പോലും അവരെഴുതി വെച്ചത് അടുത്ത ദിവസം ഈ പറയുന്ന രജിസ്റ്റർ മോഷ്ടിച്ചത് ഈ സിജിമോൾ നോക്കൂ, ഇവിടെ ഇവിടെ ഒരു അധ്യാപികക്കെതിരാണ് നടപടി. ചന്ദ്രിക, ഹിന്ദി അധ്യാപിക ചന്ദ്രികക്കെതിരാണ് ഇപ്പോൾ നിലവിലുള്ള നടപടി, സസ്പെൻഷൻ. അത് പ്രഥമ ദൃഷ്ടിയുള്ള നടപടിയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ കുട്ടിയുടെ അഡ്രസ്സ് എടുക്കാൻ വേണ്ടി രാത്രി ഓഫീസിൽ കയറി രജിസ്റ്റർ അടിച്ചു മാറ്റുക എന്നൊക്കെ പറയുന്നത് ഈ അധ്യാപിക മാത്രം ചെയ്യാൻ പറ്റുന്ന പണിയല്ലല്ലോ. അപ്പോൾ ഒരു സംഘമുണ്ട്, ആ സംഘം മൊത്തം പുറത്തു പോകണം. സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ ഏതെടുത്തു കഴിഞ്ഞാലും അതിനകത്ത് വരുന്നത് സജീവ് കുമാർ, ചന്ദ്രലേഖ, പിന്നെ ഇപ്പൊ ഇവിടുന്ന് ഒരു പെൻഷനായിട്ട് ഒരു അധ്യാപകനും കൂടെ കടന്നു പോയിട്ടുണ്ട്. ഇവരുടെ മൊഴികൾ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് ചന്ദ്രലേഖ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ഈ അധ്യാപകർക്കെതിരെ 12ഓളം കേസുകൾ കൊടുത്തിട്ടുണ്ട്. അത് റഫർ ചാർജായിട്ട് കോടതിയിലേക്ക് മടക്കി പോലീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ ഓരോ ദിവസം കഴിയുന്നതും ഓരോ കേസ്, അതിലെല്ലാം കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയും. ഇപ്പോൾ യൂട്യൂബ് ചാനൽ, ഏതോ ഒരു യൂട്യൂബ് ചാനലുകാർ വന്നു അത് റെക്കോർഡ് ചെയ്തു, അത് യൂട്യൂബിലൂടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. കൂടാതെ സ്കൂളിലെ ഗ്രൂപ്പിൽ ഇതേ അധ്യാപിക അതെടുത്ത് ഫോർവേഡ് ചെയ്തു. അപ്പോൾ പ്രിൻസിപ്പാൾ അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതിനുശേഷം മറ്റു പലർക്കും ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ വ്യാജമായ രീതിയിലാണ് ഇവർ ഈ കുട്ടിക്കെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. PTA-ക്കും സ്കൂളിനും മറ്റ് അധ്യാപകർക്കും 100% ഞങ്ങൾക്ക് വിശ്വാസമാണ് ഇത്തരത്തിലൊരു ആക്ട് അവിടെ നടന്നിട്ടില്ല എന്നുള്ളത്. മറിച്ച് അത് മാത്രവുമല്ല, ഇന്നിപ്പോൾ തന്നെ സസ്പെൻഷൻ അടിച്ചു കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, സ്കൂളിലുണ്ടായിരുന്നു. ഈ ടീച്ചർ പറയുന്നതിന് എത്രത്തോളം ധാർഷ്ട്യമുണ്ടെന്നുള്ളത് നോക്കണം. ലീഗലായിട്ടൊരു സസ്പെൻഷൻ അടിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞത് എനിക്കൊരു DIG-യുടെ അടുത്തും കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തും കൂടെ ചോദിച്ച് നിയമോപദേശം എടുത്തിട്ടേ ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതായത് ഇവർ വലിയ പുള്ളിയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവർക്ക് ഈ ധാർഷ്ട്യം ഉണ്ടാവാൻ ഒരു ഒന്നുമില്ലാത്ത ഒരു എന്താണ് അങ്ങേയറ്റം പിന്നോക്കം നിൽക്കുന്ന, അങ്ങേയറ്റം ദരിദ്രാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാവം പെൺകുട്ടിയെ ഞാൻ കൂടുതൽ പറയുന്നില്ല, പാവം പെൺകുട്ടി അങ്ങേയറ്റം അവമതിച്ചിട്ടും ധാർഷ്ട്യം കാണിക്കാൻ അവർക്ക് പിന്നിലുള്ള ശക്തി ആരാണ്? അവർക്ക് രാഷ്ട്രീയ ശക്തി ഉണ്ടോ അഡ്വക്കേറ്റ് സിജിമോൾ? രാഷ്ട്രീയ ശക്തിയുമുണ്ട്, അതുപോലെ തന്നെ ഉദ്യോഗ വൃന്ദങ്ങളിലുമുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം ഞാൻ DYSPക്ക് ഞാനും പ്രിൻസിപ്പളും ഉൾപ്പെടെ പരാതി കൊണ്ടുപോയപ്പോൾ അന്ന് DYSP, ഇപ്പം നിലവിലിരിക്കുന്ന DYSP, ആറ്റിങ്ങൽ DYSP എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങൾ ആരാണ്, PTA പ്രസിഡന്റ് ആരാണ് ഒരു കുഞ്ഞിനെതിരെയുള്ള പരാതിയുമായിട്ട് അവിടെ ചെല്ലാമെന്ന്? ഇതേ ഡയലോഗാണ് എന്നോട് ചോദിച്ചത്. ഒരു 10-15 മിനിറ്റ് അദ്ദേഹം വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് ഇടപെട്ടത്. എന്നാൽ കാര്യങ്ങളുടെ അദ്ദേഹത്തിനും ഈ പറയുന്ന പോലെ വീട്ടിൽ പെൺമക്കൾ ഉള്ളതുകൊണ്ടാവാം അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുകയും പിന്നെ ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ SP ഓഫീസിൽ ചെന്നപ്പോൾ SP എന്നോട് ചോദിച്ചാണ്, ഈ അധ്യാപകൻ പീഡിപ്പിച്ചില്ല എന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പെന്ന്? ആ ഉറപ്പ് കണ്ടുപിടിക്കാനുള്ളത് ഞങ്ങളാണോ, ഇവിടെ ഇരിക്കുന്ന പോലീസുകാരാണോ? എത്ര കേസ് ഈ പോലീസുകാർക്ക് കൊടുത്തു? പലരും ചോദിക്കുന്നുണ്ട് PTA എന്തുകൊണ്ട് ഇതുവരെ കർക്കശമായ ഒരു തീരുമാനം എടുത്തില്ല. ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഇതാണ്, അതിന്റെ കൺസേൺ അതോറിറ്റിക്ക് പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷനുകളും DYSP ഓഫീസും SP ഓഫീസും കയറി ഇറങ്ങി. അപ്പൊ ഞങ്ങൾക്ക് ഇതുവരെ ഒരു നീതി ലഭിച്ചിട്ടില്ല. ഇപ്പോ വിദ്യാർത്ഥി സംഘടനകൾ ഇടപെട്ടും നേരിട്ട് തന്നെയും ASFന്റെയും KSUവിന്റെയും പ്രതിഷേധം കണ്ടു. നാമമാത്രമായ പ്രതിഷേധമാണ് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ഒരുപക്ഷെ ആ സ്കൂളിലെയോ അപ്പുറത്തെ ഇപ്പുറത്തെയുള്ള കുറച്ച് വിദ്യാർത്ഥികൾ മാത്രം നടത്തുന്ന പ്രതിഷേധമാണ്. KSUവിൻ്റെ പൂർണ്ണാർത്ഥത്തിലെ പ്രതിഷേധം ഇതല്ല, ASFന്റെ പൂർണ്ണാർത്ഥത്തിലെ പ്രതിഷേധം ഇതല്ല. നോക്കൂ, ഒരു പാവം പെൺകുട്ടിയോട് ഒരു സ്കൂളിലെ ഒരു അധ്യാപിക എന്തൊക്കെയോ ദാർഷ്ട്യങ്ങളുടെ പേരിൽ കാട്ടിക്കൂട്ടിയ അക്രമത്തിൻ്റെ വാർത്ത വരുമ്പോഴും SFI എവിടെയാണ് ഈ നാട്ടിൽ? എവിടെയാണ് DYFI? എവിടെയാണ് യൂത്ത് കോൺഗ്രസ്? കൊള്ളാവുന്ന സംഘടനകൾ കൊള്ളാവുന്ന പ്രതിഷേധം നടത്താത്ത എന്താണ്? ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്താണ് ഈ വിഷയത്തിൽ മൗനം? ആർക്കാണ് ഈ അധ്യാപികയ്ക്ക് പിന്നിൽ എന്നൊക്കെയുള്ള കുറച്ചുകൂടി ഗൗരവതരമായ ചോദ്യങ്ങൾ കൂടി വരും മണിക്കൂറിൽ നമ്മൾ ഉയർത്തും ഇടവേളയ്ക്ക് ശേഷം. ധന്യ, ഇവർ ഒരു കേവലം അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഈ മര്യാദകളൊന്നും കാണിക്കില്ലല്ലോ. ഉറപ്പായും അവർക്ക് പിന്തുണയുണ്ട്. അപ്പോൾ അവർക്ക് എന്തോ രാഷ്ട്രീയ പിന്തുണയുണ്ട് എന്ന് ചില സൂചനകൾ വന്നിരുന്നു. ഞാൻ KST എന്ന് പറഞ്ഞ ഇവരുടെ ഒരു അധ്യാപക സംഘടനയുണ്ട്, അതിൻ്റെ പ്രസിഡന്റ് ശ്രീ D സുധീഷിനെ വിളിച്ച കുറച്ച് മുമ്പ് ഈ വിഷയം ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം സംസാരിക്കാമെന്ന് പറഞ്ഞാണ്, 4 മണിക്ക് ഫോൺ വിളിച്ച് എടുക്കാമെന്ന് പറഞ്ഞാണ്. ഇപ്പം പുള്ളി ഫോൺ വിളിച്ചെടുക്കുന്നില്ല. എന്താണെന്നറിയില്ല. ധന്യ, ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയില്ലാതെ നിരന്തരം ഇപ്പം ഓർത്തു നോക്കൂ, ഈ കുട്ടിയുടെ അഡ്രസ്സ് എന്തിനാണ്? കള്ളപ്പരാതി കൊടുക്കാൻ, അഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഓഫീസിനകത്ത് രജിസ്റ്റർ അടിച്ചു മാറ്റുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വാർത്ത കൊടുത്താണ്. അപ്പോൾ അമ്മാതിരി കീമ പണി ചെയ്യാൻ വേണ്ടി ഇവരൊറ്റയ്ക്ക് ചെയ്യുമോ? ഒരു പിന്തുണയില്ലാതെ ഇവർ ചെയ്യുമോ? ധന്യ? അതെ, എനിക്ക് ആദ്യമായിട്ട് ആ PTA പ്രസിഡന്റ് സിജി വളരെ മിടുക്കിയാണ് കേട്ടോ. അതുപോലത്തെ പെണ്ണുങ്ങൾ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ആ സ്കൂളിനെ കുറച്ചും കൂടെ നമുക്ക് നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് അവരെ
ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. ആ സ്കൂളിന് എന്റെ മുഴുവൻ പിന്തുണയുണ്ട്. ഞാൻ അവിടെ വരികയും ചെയ്യും. കുട്ടികൾക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അത് ഏർപ്പാടാക്കി കൊടുക്കും. കാരണം ഈ ചന്ദ്രലേഖയെ പോലെയുള്ള അധ്യാപികമാർ ഇവർക്ക് ഭയങ്കര പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഒരു SP അടുത്ത് ഒരു DYSP അടുത്ത് ഇന്ന് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ CWC വിളിച്ചപ്പം ഈ ഫയലിന്റെ ഡീറ്റെയിൽസ് അവർ കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവർക്ക് അത്രയും രാഷ്ട്രീയ സ്വാധീനമുള്ള കേസുകളെ രാഷ്ട്രീയക്കാർ ഇടപെട്ടാൽ മാത്രമേ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യാതിരിക്കും. ഇപ്പൊ അവരെ തന്നെ 12 പരാതി കൊടുത്തോ ഫോർവേഡ് ചെയ്ത് പോകുന്നു. കുട്ടിയുടെ മൊഴി എടുക്കുന്നില്ല. ആരാണെന്ന് പോലും അവർ ഐഡന്റിഫൈ ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പൊ ഇതിന്റെ പുറകില് ചന്ദ്രലേഖയ്ക്ക് നല്ല രാഷ്ട്രീയ സപ്പോർട്ട് ഉണ്ട്. ചന്ദ്രലേഖയുടെ പുറകില് നമ്മൾ ഇന്നോ നാളെ ആയിട്ട് പോകുമ്പോൾ അത് അറിയാൻ പറ്റും അത് ആരാണെന്നുള്ളത്, ആരുടെ ബലത്തിലാണ് ഇവളൊക്കെ ഇങ്ങനെ ചാടുന്നത് നമുക്ക് അറിയണല്ലോ. ഇനി കുട്ടി SC വിഭാഗത്തിലുള്ളതാണെങ്കിൽ അട്രോസിറ്റിയും പോക്സോ എല്ലാം നല്ല ഗിഫ്റ്റ്. ഇതാണെങ്കിൽ ചോദിക്കാനും പറയാനും ആൾക്കാരുള്ള വീട്ടിലെ ആണെങ്കിൽ, ഏതെങ്കിലും ആണുങ്ങൾ വീട്ടിൽ കയറി തല്ലും എന്ന പേടിയുള്ളതാണെങ്കിൽ, ഇത്രയും ദരിദ്ര സാഹചര്യത്തിലുള്ള ഒരു പാവം കുട്ടി, പാവം അമ്മ അല്ലെങ്കിൽ ഈ സ്ത്രീ ഈ പണി കാണിക്കുവോ? തന്നെയാ അതെ, ഇവര് കൃത്യമായിട്ട് ഇവര് ആ കുട്ടീന്റെ ബയോഡാറ്റ എടുത്തിട്ടുണ്ട്. കുറെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഏറ്റവും ദുർബലരായിട്ടുള്ള കുട്ടികളുടെ ബയോഡാറ്റ ഇവരെടുത്ത് അതിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ കുഞ്ഞ് ജന്നി വന്ന് വീണ സമയത്ത് അതും ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയിട്ട് അവര് മനഃപൂർവ്വം ഈ കുഞ്ഞിനെ സെലക്ട് ചെയ്തെടുത്താണ്. കാരണം നേരത്തെ PTA പ്രസിഡന്റ് പറഞ്ഞു ആ കുഞ്ഞിന്റെ വീട് അത്രയും ശോചനീയ അവസ്ഥയിലുള്ളതാണ്, ആരോഗ്യ പ്രശ്നമുള്ളതാണ്, ചികിത്സ തുടരുന്നതാണ്. അപ്പൊ ഒരു വീട്ടിൽ ഒരു മനുഷ്യന് അസുഖം വന്ന ആ കുടുംബത്തിന്റെ സാമ്പത്തിക നില ആകെ തകരും. നമുക്ക് എല്ലാവർക്കും അറിയാം, മാനസികമായിട്ടും തകരും, സാമ്പത്തികമായിട്ടും തകരും. അപ്പൊ അങ്ങനെയുള്ള ഒരിടത്തുനിന്ന് പഠിക്കാനായിട്ട് പോകുന്ന കുഞ്ഞാണ്. അതിനെ പിന്തുണയ്ക്കേണ്ടതിന് പകരം അതിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് സ്കൂളിൽ ചന്ദ്രലേഖ ടീച്ചർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നല്ല നിയമ നടപടി. ഇതിന് പുറകെ ആരെല്ലാം ഉണ്ടായിട്ടുണ്ടോ ഉറപ്പായിട്ടും അതിന് നിയമ നടപടി അവരെല്ലാവരും സ്വീകരിക്കേണ്ടി വരും. കാരണം 12 പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് നേരത്തെ ഏതെല്ലാം അതോറിറ്റികളിൽ പോയിട്ടുണ്ട്, അവരെന്തുകൊണ്ട് ഇത് FIR ഇട്ടില്ല, കുട്ടിയുടെ മൊഴി എടുത്തില്ല, അതുപോലും ഞങ്ങൾ ചോദ്യം ചെയ്യും. കുറച്ച് കേസുകൾ തിരിച്ച് പോലീസിലേക്ക് അട്രോസിറ്റി ആയിട്ട് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുമ്പോഴേ ഇതൊക്കെ ഈ സിസ്റ്റം നന്നായി വരത്തുള്ളൂ. ഇപ്പോഴും ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഈ സ്ത്രീകൾ ഈ കുട്ടികളെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നടത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഇത് നമ്മൾ നവോത്ഥാന കേരളം എന്നൊക്കെ പറയുന്നത് വെറും ഫേക്ക് ആണെന്ന് തോന്നിപ്പോകും ചില സമയത്ത്. ചുമ്മാ ഞാൻ എത്താം. അതൊക്കെ ഇത് UP-യിലൊന്നും അല്ലോ, ഇത് UP-യിലും ബീഹാറിലൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമല്ലേ. പോട്ടെ, നമ്മുടെ അടച്ചു പറയണ്ട. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് നടക്കുന്നുണ്ട്. ഞാൻ എത്താം കേട്ടോ. ഞാൻ കുട്ടിയുടെ അമ്മയിലേക്ക് ഒന്ന് പോകണം. അമ്മ, ഈ എന്താണ് വലിയ സാമ്പത്തിക പ്രശ്നമൊക്കെയുള്ള വീടാണോ? ഞാനും എൻ്റെ ഭർത്താവും കൂടെ കൂലി വേലയ്ക്ക് ഇറങ്ങിയാണ്, ടാപ്പിക്കിന് ഇറങ്ങിയാണ് നമ്മളെ കുടുംബം ജീവിക്കുന്നത്. അത് തന്നെയാണ് മക്കളെ പഠിപ്പിക്കാനും നമ്മളെ ജീവിതം. നമ്മൾ ജോലിക്ക് ഇറങ്ങി തന്നെയാണ് നമ്മൾ രണ്ടുപേരും. നന്നായി പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നു അല്ലേ രണ്ടുപേരും? പഠിക്കും. നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. അല്ലെങ്കിൽ ഒരുവിധം നല്ലതുപോലെ പഠിക്കുന്നത്. എട്ടാം ക്ലാസ്സിൽ 9ാം ക്ലാസ് ഞാൻ എത്താം കേട്ടോ. ഞാൻ ഇവരിലേക്ക് എത്താം. സിജി അല്ല, സിജിമോൾ, അത് വയ്യാത്ത, അതിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലാണ് നിരന്തരം ഈ സ്ത്രീ ഇവരെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കുകയും ഇല്ലാത്ത കഥകൾ പറയുകയും ആ കുഞ്ഞിനെ സ്കൂളിലേക്ക് പോലും അതിൻ്റെ ഒന്നാമത്തെ കാര്യം അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂർച്ഛിക്കുകയും അതിനെ മനസ്സ് മടിപ്പിക്കുകയും ആ സ്കൂളിലോട്ട് പോകാൻ അതിന് പേടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ബാക്കി കുട്ടികളൊന്നും പറഞ്ഞാൽ മനസ്സിലാവും എന്നൊക്കെ കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന പ്രായമല്ല. ഒന്നാം ടീനേജ് പ്രായവുമല്ല, ആ മാനസികാവസ്ഥയുമല്ല. അപ്പോൾ ഇത്തരം ഒരു മാനസിക ദുരന്തത്തിലേക്ക് ഒരു പെൺകുട്ടിയെ തള്ളിയിട്ടതിന് ഈ സ്ത്രീ അതിന് ശിക്ഷ അനുഭവിക്കണം. അഡ്വക്കേറ്റ് സിജിമോൾ. തീർച്ചയായിട്ടും എനിക്ക് ആദ്യം പറയാനുള്ളത്, എൻ്റെ 2 പെൺമക്കളും പഠിച്ചൊരു സ്കൂളാണ് RRV ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. വർഷങ്ങളായിട്ട്, ഒരു 8 വർഷമായിട്ട് ഞാൻ ആ സ്കൂളിലെ PTA അംഗമാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ടാണ് അവിടെ ഒരു PTA വനിതയെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു വന്നത്. ഒരു PTA പ്രസിഡന്റ് ആവണമെന്നൊക്കെ ഉള്ളൊരു തീരുമാനം രക്ഷിതാക്കളിൽ നിന്ന് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഞാനൊരു അഭിഭാഷക കൂടിയാണ്. എൻ്റെ കുട്ടികളുടെ കരിയറിൽ അവരുടെ ക്യാരക്ടർ മോഡുലേഷൻ ആയാലും ശരി തന്നെ, അവരുടെ അക്കാഡമിക് ലെവലിലായാലും ശരി തന്നെ, ഓവറോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി തരുവാൻ ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് കിളിമാനൂർ പ്രദേശത്ത് എടുത്തു പറയേണ്ടതായിട്ട് തന്നെയുണ്ട്. എൻ്റെ സ്കൂളായതുകൊണ്ടോ ഞാൻ അവിടുത്തെ PTA പ്രസിഡന്റ് ആയതുകൊണ്ടോ പറയുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സ്കൂൾ തന്നെയാണ് RRV സ്കൂൾ. പക്ഷേ അവിടെ നടക്കുന്ന ഒരു പ്രോപ്പർട്ടിയുമായി
പറയുന്ന ഒരു 2-3 എല്ലാ അധ്യാപകരും ഇല്ല, 1-2-3 പേരെ എനിക്ക് കറക്റ്റായിട്ട് പറയാം, 3 പേർ ചേർന്നിട്ട് ആ സ്കൂളിനെ പുറത്തു നിൽക്കുന്ന ആ എതിർഭാഗത്തിന് വേണ്ടിയിട്ടുള്ള കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. അതേസമയം നിലവിലുള്ള കുട്ടികൾക്കും നിലവിൽ ഞങ്ങളുടെ SSLC 7 വർഷമായി ഫുൾ A+ വാങ്ങുന്ന ഒരു സ്കൂളാണ്. അതുപോലെ തന്നെ +2 തലത്തിലായാലും വളരെ മറ്റേത് സ്കൂളുകളെ തട്ടിച്ച് നോക്കുമ്പോഴും ഏറ്റവും നല്ല അക്കാഡമിക് ലെവലിലും കായിക രംഗങ്ങളിലും മുമ്പിൽ നിൽക്കുന്ന ഈ സ്കൂളിനെ തളർത്തുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു ശക്തിക്ക് വേണ്ടുന്നത്. അതിന് എതിർത്ത് നിൽക്കുന്ന കുറെ അധ്യാപകന്മാരിൽ പ്രധാനിയാണ് ഈ പറയുന്ന കുറ്റാരോപിതനായ അധ്യാപകൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയും തളർത്തുക എന്നുള്ളത് പല കാലങ്ങളിലും ഞാനും ഇത് ആലോചിച്ചിട്ടുണ്ട്, ഇതെന്താ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒന്ന് കാണുമോ എന്നുള്ളത്. പക്ഷെ അന്വേഷണത്തിലൂടെയും അവിടെ നിന്നുള്ള എൻ്റെ എക്സ്പീരിയൻസിലൂടെയും ഞാൻ പറയുകയാണ്, ഈ അധ്യാപകനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ ഇവർക്ക് അവിടെ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ എന്നതിന്റെ അവസാനത്തെ ഏറ്റവും വലിയ നമ്മുടെ ഈ മുമ്പിൽ ഞാൻ അവിടെ പോയി കണ്ടതാണ്. എനിക്കും 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. ഇതിന്റെ പിന്നിൽ എടുത്തു പറയേണ്ടുള്ളത് ഈ അധ്യാപകനായിരുന്നു. ഒരിക്കൽ 2022 ഞാനന്ന് PTA വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ വൈഫിനെയും കൂടെ, അതായത് ഇവർ ഈ ടീച്ചറിനെ വിളിച്ചിരുത്തി അന്നത്തെ പ്രിൻസിപ്പളും HM അന്നത്തെ പ്രസിഡന്റും കൂടെ സംസാരിക്കാനിരുന്നു. അപ്പോൾ പ്രസിഡന്റിന് പേടി, കാര്യം പുരുഷനായതുകൊണ്ട് നാളെ ഇദ്ദേഹത്തിന്റെ എതിരെ സ്ത്രീപീഡനം പോകും. ഇപ്പൊ മാനേജ്മെന്റ് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല എന്ന് പറയുന്നു. മാനേജർക്കെതിരെ സ്ത്രീപീഡനത്തിന് അടുത്തത് എടുത്തിട്ടുണ്ട്. അവരൊരു സ്ത്രീയാണ്. സ്ത്രീകൾക്ക് വേണ്ടി സംരക്ഷണത്തിനുള്ള നിയമം ഏറ്റവും കൂടുതൽ കാറ്റിൽ പറത്തുന്നതും ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്നതും ഏത് ലേഡിയെന്ന് ഇന്നിപ്പോൾ എൻ്റെ മുമ്പിൽ ചോദിച്ചാൽ ഞാൻ പറയും സ്ത്രീകളുടെ ശത്രു സ്ത്രീ തന്നെയാണ് ഈ ഇരിക്കുന്ന ടീച്ചറാണെന്നേ ഞാൻ പറയൂ. അതും ഒരു അധ്യാപിക. അവർ നിരന്തരമായി 12 കേസുകൾ കൊടുക്കുമ്പോഴും അതിൻ്റെ ഒരറ്റത്ത് ഈ കുട്ടിയുടെ പേരും കൂടെ ചേർത്ത് അവരെ ഒരു സ്ത്രീയാണെന്നുള്ള രീതിയിൽ ഈ അധ്യാപകനെതിരെ കേസ് കൊടുക്കലാണ് പണി. ഇപ്പം മാനേജ്മെന്റ് ആക്ഷൻ എടുക്കാൻ പോയപ്പോൾ മാനേജർ റൂമിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു പരാതി പോയി. അപ്പോൾ ഈ പരാതികൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഒരു സ്റ്റാഫ് കമ്മിറ്റിയും വിളിച്ചുകൂട്ടി. PTA സ്റ്റാഫ് കമ്മിറ്റിയിൽ അറിയാവുന്നതാണ്, ഇവർ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്കെതിരെ ഡിഫമേഷൻ പോകും. കാര്യം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് മറ്റു രീതിയിൽ ലൈംഗികാരോപണം കൊണ്ടുവരാനുള്ള ഒരു ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് വളരെ നയത്തോടു കൂടി വളരെ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ഇത് സംസാരിക്കാൻ വിളിച്ചത്. അന്ന് ഈ അധ്യാപിക വന്നില്ല, ഒരു രീതിയിലും സ്കൂളുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യത്തിനും വരില്ല. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ക്രൈംബ്രാഞ്ചിൽ നിന്ന് വന്ന് എൻ്റെ മൊഴി എടുത്തിരിക്കുകയായിരുന്നു, എനിക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും സ്റ്റാഫ് കമ്മിറ്റിയും വിളിച്ചുകൂട്ടി പബ്ലിക്കായിട്ട് അവരെ അധിക്ഷേപിച്ചു എന്നുള്ളത്. ഈ സ്കൂളിൽ നടക്കുന്ന ഇത്രയും വലിയ നീച പ്രവൃത്തിയെക്കുറിച്ച് പറയാതെ വായും മൂടിയിരിക്കണം എന്ന രീതിയാണ് അവർ പറയുന്നത്. അതായത് തിരുവായ്ക്ക് എതിർവായി ഉണ്ടാവരുത് എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ് ആ അധ്യാപകരാണോ അധ്യാപക സമൂഹത്തിന് തന്നെ അധ്യാപക സംഘടന സിജിമോൾ ഇവിടെ അധ്യാപക സംഘടന എന്നൊരു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു KSTയുടെ പ്രസിഡന്റ് ശ്രീ D സുധീഷിനെ ഞാൻ നേരത്തെ വിളിക്കുകയും അദ്ദേഹം ഇത് നോക്കാമെന്ന് പറയുകയും അതിനുശേഷം ഇപ്പം അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല. അവിടെ അധ്യാപക സംഘടന എന്നൊന്നുണ്ടോ? അത് അവരുടെ ഏതെങ്കിലും പിന്തുണ ഇവർക്കുണ്ടോ? പറയാൻ കഴിയുന്ന പരിമിതിയിൽ നിന്ന് പറഞ്ഞാൽ മതി സിജിമോൾ. എനിക്ക് എൻ്റെ പൂർണ്ണമായും എനിക്കൊരു വ്യക്തത ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയുന്നില്ല. കാര്യം ഈ അധ്യാപക സംഘടനയെക്കുറിച്ചോ ഇവർക്ക് അതിനകത്തുള്ള റോളിനെ കുറിച്ചോ എനിക്ക് 100% ഞാൻ അത് അന്വേഷിക്കാൻ പോയിട്ടില്ല. കാര്യം അതിനേക്കാളും വലിയ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇട്ട് തരുന്നുണ്ട്. ഡെയിലി നമ്മുടെ ദിനചര്യകൾക്ക് അപ്പുറം ഇവരുടെ കാര്യവുമായിട്ട് ആ സ്കൂളിൽ കയറി ഇറങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ, പ്രത്യേകിച്ച് PTA പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എൻ്റെ അവസ്ഥ. അപ്പോൾ എനിക്ക് അവരുടെ അധ്യാപക സംഘടന ആ ഒരു ലെവലിലേക്ക് ഞാൻ പോയിട്ടില്ല. പക്ഷേ പൊളിറ്റിക്കൽ സപ്പോർട്ട് അവർക്കുണ്ട് എന്ന് അവർ തന്നെ സ്കൂളിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇന്ന് തന്നെ ഈ സസ്പെൻഷൻ ഓർഡർ കൊടുത്തപ്പോൾ പറഞ്ഞു DIGയിൽ നിന്ന് നിയമോപദേശം നേടിയതിനു ശേഷം മാത്രമേ ഞാൻ എന്ത് ചെയ്യൂ, ഞാൻ ഈ സസ്പെൻഷൻ ഓർഡർ കൈപ്പറ്റുള്ളൂ. പിന്നെ ഈ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഇരുന്നപ്പോഴാണ് ഇന്നലത്തെ ലീവ് ലെറ്റർ, എത്ര ദാർഷ്ട്യമുണ്ടെന്ന് ആലോചിക്കണം. ആ സ്കൂളിലെ അന്തരീക്ഷം വളരെ കലുഷിതമായിരുന്ന സമയത്ത് ആ ലീവ് ലെറ്റർ കൊണ്ടുവന്ന് പ്രിൻസിപ്പലിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഞങ്ങളെ എതിർത്ത് അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ അത്രത്തോളം എന്തുകൊണ്ട് ഈ അധ്യാപിക അങ്ങനെ ചിന്തിക്കും? ഞാൻ ധന്യരാമനോ എന്ന് പറഞ്ഞാൽ ഒരു മാഫിയ സംഘം പോലെ പെരുമാറും. എല്ലാം അവരുടെ വരുതിയിൽ ഉണ്ടാവണം. അതിനുവേണ്ടി എന്ത് നീചപ്പണിയും ചെയ്യും. അതിനുവേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാനാണെങ്കിൽ ജീവിതം തകർക്കാനുള്ള നീചപ്പണികൾ ചെയ്യാൻ മടിയില്ലാത്തവരെ അധ്യാപിക എന്നൊക്കെയാണ് വിളിക്കേണ്ടത്. ഞാൻ പിന്നെയും ചോദിക്കുന്നത് SFI എവിടെയാണ്? DYFI എവിടെയാണ്? നാട്ടിലെ മറ്റ് സമരസംഘടനകൾ എവിടെയാണ്? KSUവിൻ്റെയും AASFിൻ്റെയും ഒക്കെ പൂർണ്ണാർത്ഥത്തിലുള്ള പ്രതിഷേധം ഇങ്ങനെയാണോ ഉണ്ടാവുക? ആ പ്രതിഷേധം ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. KSTA പ്രസിഡന്റ്, പ്രധാനപ്പെട്ട അധ്യാപക സംഘടനയുടെ പ്രസിഡന്റാണ് സുധീഷ്. ഇപ്പം അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാതെന്ന് അറിയില്ല. ഇനി അവരുടെ പിന്തുണ ഇവർക്കൊക്കെ ഉണ്ടോ നമുക്കറിയില്ലല്ലോ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.